വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്നാണ് പറയാറ്. കാര്യം നടക്കാറില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടുള്ളപ്പോൾ അത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഒരു കാര്യം നിലനിർത്താനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ PRP സെഷനും ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. ഈ PRPയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുന്ന് തരുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കൂ. ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് വേണം, അല്ലേ? അത് നമുക്കിവിടെ ഡോക്ടർ ഷെജീർ വളരെ കൃത്യമായിട്ട് തന്നു എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എനിക്കുണ്ടായത്. നമ്മളിതൊക്കെ ഈ ഗൂഗിളിൽ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ നോക്കുന്നതല്ലാതെ ഒരു ഡോക്ടറിന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. അപ്പോൾ അത് കേട്ടാൽ മാത്രം പോരാ, നമുക്കത് മനസ്സിലാകുകയും ചെയ്യണം. ഇപ്പം എൻ്റെ 3rd സെഷനിൽ വന്നു. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ചേഞ്ച് ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാറ്റങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എൻ്റെ അച്ഛനാണ്. ഞാൻ അച്ഛനെ എപ്പോഴും വീഡിയോ കോൾ ചെയ്തപ്പോൾ അച്ഛൻ ചോദിച്ചാൽ നീ മുടിയിലെന്തെങ്കിലും ചെയ്തു? കാരണം അത് കൃത്യമായിട്ട് ഈ 2 മാസം കൊണ്ട് എനിക്ക് ഗംഭീരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ 3ാമത്തെ സെഷനാണ്. ഇതിനകത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെഷനിൽ നമ്മൾ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് മാത്രമല്ല ക്യൂട്ടീസ് പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ടുണ്ട്. ആ കംഫർട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് തരിക, അത് ഗംഭീരമായിട്ട് എനിക്ക് ഇവിടുന്ന് ലഭിച്ചു എന്ന് ഉറപ്പായിട്ടും പറയാം.